ഈ കഥയുടെ പേര് മാന്ത്രിക ബാംബു കൂളർ. ഒരു ചെറിയ ഗ്രാമത്തിൽ മനോഹർ എന്നൊരു വ്യക്തി അയാളുടെ ചെറിയ കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിച്ചിരുന്നു. മനോഹർ ഒരു കൂലിപ്പണിക്കാരനാണ്. സമ്പാദ്യം വളരെ കുറവായിരുന്നു. എന്നാൽ എത്ര സമ്പാദിക്കുന്നു അതുകൊണ്ട് അവരുടെ കുടുംബം സന്തുഷ്ടമായി പൊയ്ക്കൊണ്ടിരുന്നു. മനോഹറിന്റെ വീടിന്റെ അടുത്തായി തന്നെ വിട്ടൽ എന്നൊരു പണക്കാരനുണ്ടായിരുന്നു. അവൻ എയർ കൂളർ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നു. അവന്റെ കയ്യിൽ പണം ഒരുപാടുണ്ടായിരുന്നാലും മനസ്സ് വളരെ ചെറുതായിരുന്നു. എപ്പോൾ നോക്കിയാലും അയാൾ സ്വന്തം കാര്യം മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ഒരു ദിവസം മനോഹറിന്റെ മകന് നന്നായി പനിക്കാൻ തുടങ്ങി. അപ്പോൾ അയാളുടെ ഭാര്യ കവിത പറഞ്ഞു, മുന്നയ്ക്ക് പനിയായതുകൊണ്ട് ദേഹത്ത് നല്ല ചൂടുണ്ട്. അതുമല്ലാതെ ഇപ്പോൾ വെയിലും കൂടുതലാണ്. അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം വിക്ടർ സാറിന്റെ കയ്യിൽ നിന്ന് കൂളർ വാങ്ങി വരുമോ? ഗോപാൽ വിക്ടറിന്റെ വീട്ടിലേക്ക് കൂളർ വാങ്ങിക്കാനായി പോയി. സേട്ടു, എന്തു പറ്റിയെന്നേ അറിയില്ല. എന്റെ കുഞ്ഞിന് സുഖമില്ല. അതുമല്ലാതെ നല്ല ചൂടുള്ളതുകൊണ്ട് അവന് ശ്വാസം വിടാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. സേട്ടു, ഇന്ന് രാത്രി മാത്രം താങ്കളുടെ കൂളർ തന്നാൽ ഒരുപാട് സഹായമായേനെ. രാവിലെ നേരം വെളുക്കുന്നതും ഞാൻ തിരിച്ചു കൊണ്ടുതരാം. എന്റെ കയ്യിൽ വിൽക്കാൻ മാത്രമേ കൂളറുള്ളൂ. അത് നിന്നെ പോലെയുള്ള ഭിക്ഷക്കാർക്ക് തരാനുള്ളതല്ല. മനസ്സിലായോ? ഇനി മേലാൽ ഞാൻ ഉറങ്ങുമ്പോൾ ടക്ക് ടക്കെന്ന് തട്ടരുത്. വിക്ടൽ പറയുന്നത് കേട്ട് മനോഹർ ഒരുപാട് വിഷമിച്ചു. വളരെ വിഷമത്തോടെ അവൻ അവന്റെ വീട്ടിലേക്ക് പോയി. എന്തുപറ്റി? കൂളർ കിട്ടിയില്ലേ? കിട്ടിയില്ല മോളെ. എന്നാൽ നീ വിഷമിക്കണ്ട മോളെ. നമ്മുടെ മുന്ന ഒരു രാത്രി മാത്രമല്ല, ഇനി എല്ലാ രാത്രിയും തണുപ്പ് കൊണ്ട് കിടക്കും. കാരണം ഞാൻ തന്നെ കൂളർ ഉണ്ടാക്കാൻ പോകുന്നു. അതിനുശേഷം മനോഹർ അവന്റെ വീടിന്റെ പുറകിലുള്ള കുറച്ച് മുള വെട്ടിക്കൊണ്ടുവന്നു. ഒരു പഴയ ഫാൻ, പിന്നെ ഒരു മോട്ടറും വച്ച് രാത്രി മുഴുവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ബാംബു കൂളർ തയ്യാറാക്കി. അത് കൊണ്ടുവന്ന് തന്റെ മകന്റെ മുൻപിലും വച്ചു. അതേ നോക്കൂ, നിങ്ങളുണ്ടാക്കിയ ബാംബു കൂളർ ബാക്കിയുള്ള കൂളറിനെക്കാളും കൊള്ളാം. എനിക്കിപ്പോൾ എന്തു തോന്നുന്നെന്നാൽ, നമുക്ക് എന്തുകൊണ്ട് ഇതുപോലെ ബാംബു കൂളർ ഉണ്ടാക്കി അത് വിറ്റുകൂടാ? മനോഹറിന് കവിത പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. അത് കഴിഞ്ഞ് അവന്റെ സുഹൃത്തിന്റെ കയ്യിൽ നിന്നും കുറച്ച് പണം കടം വാങ്ങി ഫാൻ, മോട്ടർ, പിന്നെ എന്തൊക്കെ വേണമോ അതെല്ലാം വാങ്ങി വന്നു. പിന്നെ കൂളർ ഉണ്ടാക്കി അത് വിൽക്കാനും തുടങ്ങി. ജനങ്ങൾക്ക് മനോഹർ ഉണ്ടാക്കുന്ന ബാംബു കൂളർ ഒരുപാട് ഇഷ്ടമായി. ആദ്യ ദിവസം തന്നെ 15 കൂളർ വിറ്റുപോയി. അങ്ങനെ പതിയെ പതിയെ വിക്ടറിന്റെ കച്ചവടം കുറച്ചായി ഇടിയാൻ തുടങ്ങി. ഈ ദാരിദ്ര്യവാസി മനോഹർ എനിക്കിട്ട് തന്നെ തിരിച്ചു പണി തരുവാണോ? എന്റെ പേര് വിറ്റൽ സേട്ടെന്നാണ്. ഇങ്ങനെയുള്ളവന്മാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം. അങ്ങനെ രാത്രിക്ക് രാത്രി വിക്ടൽ പോയി അവിടെയുണ്ടായിരുന്ന എല്ലാ ബാംബു കൂളറിനും തീ വെച്ച് നശിപ്പിച്ചു. രാവിലെ അവന്റെ എല്ലാ കൂളറും ചാരമായിരിക്കുന്നത് കണ്ട ഉടനെ മനോഹർ ഒരുപാട് വിഷമിച്ചു പോയി. അങ്ങനെ ആ ജോലി ഉപേക്ഷിച്ച് വീണ്ടും കൂലിപ്പണി ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം മനോഹർ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അവന്റെ സ്വപ്നത്തിൽ ഒരു ബാംബു കൂളർ വന്ന് അവനോട് പറഞ്ഞു, നോക്കൂ മനോഹർ, നീ വളരെ സ്നേഹത്തോടെ നിന്റെ മകനു വേണ്ടി എന്നെ ഉണ്ടാക്കിയെടുത്തതല്ലേ? ജീവിതത്തിൽ എല്ലാവർക്കും സന്തോഷവും ദുഃഖവുമൊക്കെ വരും. അത് കണ്ട് പേടിച്ച് നമ്മളിങ്ങനെ ജീവിക്കാനേ പാടില്ല. മനോഹർ, നീ വീണ്ടും ബാംബു കൂളർ ഉണ്ടാക്കണം. അതിനാവശ്യമായുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്യാം. നീ എന്നെ എപ്പോഴൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നോ അപ്പോഴൊക്കെ ഞാൻ നിനക്ക് പണം തരാം. അതിനുശേഷം എഴുന്നേറ്റ് സ്വപ്നത്തിൽ വന്നതുപോലെ മനോഹർ കൂളർ ഓൺ ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കൂളറിൽ നിന്നും പണം വരാൻ തുടങ്ങി. വേഗത്തിൽ അതിൽ നിന്നും പണം വരുന്നത് കണ്ട ഉടനെ മനോഹർ ഒരുപാട് അത്ഭുതപ്പെട്ടുപോയി. ആ മാന്ത്രിക കൂളറിന്റെ സഹായത്താൽ മനോഹറിന്റെ കുടുംബത്തിന്റെ സന്തോഷം വീണ്ടും അവർക്ക് തിരിച്ചു കിട്ടി.
ഒരു ദിവസം മാന്ത്രിക കൂളറിന്റെ കാര്യം വിക്ടൽ മനസ്സിലാക്കിയെടുത്തു. അത് മനസ്സിലാക്കിയതും അവന്റെ ഉള്ളിൽ അസൂയ തോന്നി. അവൻ എങ്ങനെയെങ്കിലും ആ കൂളർ കൈക്കലാക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവസരം കിട്ടിയ ഉടനെ ഒരു ദിവസം രാത്രി അവൻ മനോഹറിന്റെ വീട്ടിൽ കൂളർ എടുക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ആ ബാംബു കൂളറിനെ അവിടെ നിന്നും കൊണ്ടുപോകണമെന്ന് കരുതി അവൻ അതിൽ കൈവച്ച ഉടനെ പെട്ടെന്ന് അവന് ഷോക്കടിക്കാൻ തുടങ്ങി. അവൻ ഉറക്കെ അലറി. ആ ഒച്ചയിൽ അവൻ കയ്യോടെ പിടിക്കപ്പെട്ടു.